Good morning, മക്കളെ. 365 ഡേയ്സ് ഓഫ് ട്രാൻസ്ഫർമേഷന്റെ ഡേ 48ലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. പുതിയ മെമ്പേഴ്സ് ആരെങ്കിലും ഒക്കെ നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ 47 ദിവസത്തെ വീഡിയോയും കാണണം. കാരണം രാവിലെ തന്നെ നമ്മൾ ഒരു പോസിറ്റീവായിട്ടുള്ള വീഡിയോ കണ്ടുകൊണ്ടാണ് ക്ലാസ് കണ്ടുകൊണ്ടാണ് നമ്മളൊരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്കിൽ ഇത് നമ്മളുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡിനെ എഫക്റ്റ് ചെയ്യും. രാവിലെ തന്നെ പലരും എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവായിട്ടുള്ള വീഡിയോസ് കാണും. അപ്പോൾ തന്നെ നമ്മുടെ മൈൻഡ് ഭയങ്കരമായിട്ടുള്ളൊരു സാഡ്നെസ്സിലേക്ക് പോകും. പക്ഷേ രാവിലെ തന്നെ നമ്മളൊരു മോട്ടിവേഷൻ വീഡിയോ കാണുമ്പോൾ നമുക്ക് നല്ല എനർജറ്റിക് ആയിട്ടിരിക്കാൻ പറ്റും, ഒരു ദിവസം മൊത്തം പ്രൊഡക്റ്റീവ് ആകാൻ പറ്റും, എപ്പോഴും നല്ല സന്തോഷമായിരിക്കാനായിട്ട് പറ്റും. ടീച്ചർമതി രാവിലെ ജിമ്മിൽ പോകാനായിട്ട് റെഡി ആയിട്ട് നിന്നപ്പോൾ ഞാൻ ഓർത്തു നിങ്ങൾക്കൊരു മോട്ടിവേഷൻ തന്നിട്ട് പോകാമെന്ന്. മക്കളെ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ചെയ്ത വീഡിയോസ് നിങ്ങൾ അതെല്ലാം കേട്ടു. അതിനകത്ത് പറഞ്ഞ ആക്ടിവിറ്റീസൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഭയങ്കരമായിട്ടുള്ള മിറാക്കുലസ് ചേഞ്ചസ് വന്നിട്ടുണ്ടാവും. നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വന്നു എന്ന് കമൻറ്റിലൂടെ പറയണം കേട്ടോ. അതൊക്കെ അറിയാം ടീച്ചറമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ മക്കളെ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്, അതായത് നിങ്ങൾക്ക് ഒറ്റ ദിവസം കൊണ്ട് ഇംഗ്ലീഷ് ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാൻ പറ്റുമോ? ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്ക് പെർഫെക്റ്റ് ഹെൽത്തിലേക്ക് എത്താൻ പറ്റുമോ? ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്ക് കോടീശ്വരനാകാൻ പറ്റുമോ? ഈ വീഡിയോ കാണുന്ന വ്യക്തിയോടാണ് ടീച്ചറമ്മ ചോദിക്കുന്നത്. ചിലരുടെ ഉത്തരം എന്താണ്? പറ്റില്ല എന്നുള്ളതായിരിക്കും അല്ലേ. പക്ഷേ ഒറ്റ ദിവസം കൊണ്ട് നമ്മുടെ ജീവിതം തന്നെ മാറ്റുന്ന ഒരു ശീലം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അല്ലേ. ഇന്ന് ഈ വീഡിയോയിൽ ടീച്ചർമ്മ പറഞ്ഞു തരാൻ പോകുന്ന ഒരു പുരാണത്തിലെ സ്റ്റോറിയുണ്ട്. ഈ ഒരു കഥ നിങ്ങൾക്ക് ചെറിയ ശീലങ്ങൾ എങ്ങനെയാണ് ഒരു വലിയ മാറ്റത്തിലേക്ക് നയിക്കുന്നത് എന്നുള്ളൊരു ഐ ഓപ്പണിംഗ് ആയിട്ടുള്ളൊരു വിസ്ഡം തരുന്നതാണ്. അതുകൊണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. പലർക്കും ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ വരുത്തണം എന്ന ആഗ്രഹമുണ്ട്. പക്ഷേ അവരുടെ ചെറിയ ചെറിയ ശീലങ്ങളെ ഇഗ്നോർ ചെയ്യുന്നു. നമ്മൾ ജീവിതത്തിൽ കാണുന്ന വലിയ സ്വപ്നങ്ങൾ അല്ല നമ്മുടെ ലൈഫ് തീരുമാനിക്കുന്നത്. ഓരോ ദിവസവും കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്ന ആക്ഷനാണ്. ടീച്ചർമ്മ ഒരു കഥ പറഞ്ഞു തരട്ടെ. പുരാണങ്ങളിലെ രാജാക്കന്മാരിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു രാജാവാണ് ഭഗീരഥൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് സ്വർഗത്തിലെ ഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. അതിനായിട്ട് അദ്ദേഹം ദിവസവും കഠിന തപസ് അനുഷ്ഠിച്ചു. അങ്ങനെ ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും കടന്നുപോയി. അദ്ദേഹം കൺസിസ്റ്റൻസിയോടെ ആക്ഷൻ എടുത്തുകൊണ്ടിരുന്നു. അദ്ദേഹം ആരൊക്കെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ നോക്കിയിട്ടും അദ്ദേഹം പിന്തിരിഞ്ഞില്ല. അങ്ങനെ അദ്ദേഹം നിരന്തരമായിട്ട് ഈ ഒരു തപസ് അനുഷ്ഠിച്ചു വന്നപ്പോൾ ശിവൻ ഗംഗയെ ജടയിൽ ധരിക്കുകയും അതുപോലെ ഗംഗയുടെ ആ ഒരു ശക്തി ശരിക്കും പറഞ്ഞാൽ ഭൂമിക്ക് താങ്ങാൻ കഴിയില്ല എന്ന് ബ്രഹ്മാവ് പറഞ്ഞപ്പോഴും അദ്ദേഹം അതിനെ ഒന്നും ഉൾക്കൊള്ളാൻ തയ്യാറായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ആ ഒരു കഠിന തപസ്സിൻ്റെ കൺസിസ്റ്റൻസിയോടെ അദ്ദേഹം എടുത്തൊരു ആക്ഷൻ്റെ ഫലമായിട്ട് ശരിക്കും ഗംഗ ഭൂമിയിലേക്ക് ഒഴുകിയെത്തി. നമ്മൾ കഠിനമായിട്ടുള്ള പ്രയത്നത്തെ ഭഗീരഥ പ്രയത്നം എന്നൊക്കെ പറയില്ലേ, അത് ഈ ഒരു സ്റ്റോറിയിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. നമ്മൾ ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടി മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പലരും നമ്മളെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. നിന്നെക്കൊണ്ട് അതൊന്നും പറ്റില്ല, നിനക്കതിനുള്ള കഴിവില്ല എന്നൊക്കെ പറയും. പക്ഷേ നമ്മൾ സ്ഥിരതയോടെ ഒരു ദിവസം മുടക്കമില്ലാതെ എടുക്കുന്ന ആക്ഷൻ. കഴിഞ്ഞ 5 വർഷമായിട്ട് എൻ്റെ ലൈഫ് എന്ന് പറയുന്നത് ഈ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസുകളാണ്. ഞാൻ മെഡിറ്റേഷനും അഫർമേഷനും വിഷ്വലൈസേഷനും അതില്ലാത്തൊരു ദിവസം എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ ഓരോ ദിവസവും രാവിലെ മുതൽ രാത്രി വരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ആക്ഷൻ എടുത്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് അനുനിമിഷം സക്സസ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പലരും ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ പ്രാക്ടീസ് ലെവലിലേക്ക് എത്തുമ്പോൾ വളരെയധികം പ്രാക്ടീസ് കുറവാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഓരോ ദിവസവും മടി കൂടാതെ, പലരുടെയും പ്രശ്നം എന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് കൺസിസ്റ്റൻസി, ലാക്ക് ഓഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്നതേ ഇല്ല. ഞാൻ ഇന്ന് ക്ലാസ് ഒരു കുട്ടിയോട് ചോദിച്ചു, എല്ലാ ദിവസവും വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യാറുണ്ടോ? ഇടയ്ക്കിടയ്ക്കൊക്കെ മിസ്സാവും.
അങ്ങനെ വല്ലപ്പോഴും ചെയ്യുന്ന വേസ്റ്റ് ഓഫ് ടൈമാണ്. നമ്മളൊരു കാര്യത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ 100% ഡെഡിക്കേഷനോടെ ആ കാര്യം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു ദിവസം നിങ്ങൾ എക്സർസൈസ് ചെയ്തത് കൊണ്ട് നിങ്ങളുടെ ശരീരം മാറില്ല. അതുപോലെ തന്നെ ഒരു ദിവസം ഒരു പുസ്തകം വായിച്ചത് കൊണ്ട് നിങ്ങളുടെ അറിവ് കൂടില്ല. നിങ്ങൾ ഒരു ദിവസം മെഡിറ്റേഷൻ ചെയ്തതുകൊണ്ട് നിങ്ങളുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഇമ്പ്രൂവ് ആകില്ല. അത് എല്ലാ ദിവസവും, ഒരു ദിവസം പോലും മുടക്കമില്ലാതെ എല്ലാ ദിവസവും ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുക. പലരും എന്നോട് ചോദിക്കാറുണ്ട്, ടീച്ചർമാ ഈ മെഡിറ്റേഷനും ഈ പ്രാക്ടീസുകളും ഒക്കെ എത്ര ദിവസം ചെയ്യണം? ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. പലരും എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം ചെയ്ത് കഴിഞ്ഞിട്ട് ആ റിസൾട്ട് കിട്ടുമ്പോൾ ഒക്കെ ഞാൻ പെർഫെക്റ്റ് അടിപൊളി എനിക്ക് ലൈഫിലോ ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞ് പ്രാക്ടീസ് നിർത്തും. ഇവൻ ഞാനാണെങ്കിൽ തന്നെയും പ്രാക്ടീസ് നിർത്തിക്കഴിഞ്ഞാൽ എനിക്കറിയാം ഞാൻ പണ്ട് സ്റ്റാർട്ട് ചെയ്ത അതേ അവസ്ഥയിൽ ചെന്ന് നിൽക്കും. ഈ പ്രാക്ടീസുകൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് എൻഡ് ഓഫ് ദ ലൈഫ് വരെ തുടർന്നെങ്കിൽ മാത്രമേ ഒരു വ്യക്തിക്ക് പോസിറ്റീവായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഓരോ ദിവസവും കൺസിസ്റ്റൻ്റ് ആയിട്ട് 1% മാറ്റം നമ്മളിൽ വരുത്തിക്കൊണ്ടിരിക്കാം. വിജയികളായിട്ടുള്ള ആൾക്കാരെ നമ്മൾ നോക്കുമ്പോൾ അവരൊക്കെ വലിയ കാര്യങ്ങൾ ചെയ്തത് കൊണ്ടല്ല അവർ സക്സസ്ഫുൾ ആയത്. അവർ ചെറിയ കാര്യങ്ങൾ എല്ലാ ദിവസവും കൺസിസ്റ്റൻ്റ് ആയിട്ട് ആക്ഷൻ എടുത്താണ് അവർക്ക് മാറ്റം വന്നത്. അപ്പം നിങ്ങൾ ഓരോ ദിവസവും കൃത്യമായിട്ട് ആക്ഷൻ എടുത്ത് 1% മാറ്റം നിങ്ങൾ ദിവസേന കൊണ്ടുവരുമ്പോൾ 1 വർഷം കൊണ്ട് നല്ല ഹ്യൂജ് ആയിട്ടുള്ളൊരു മാറ്റം വരും അല്ലേ. നമ്മൾ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്ത് 1 ദിവസം 2 ദിവസം നല്ല സ്ഥിരമായിട്ട് വർക്കൗട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ബോഡിയിൽ അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടും. എന്ന് പറഞ്ഞതുപോലെ മസിൽ ഒറ്റ ദിവസം കൊണ്ട് ബിൽഡ് ചെയ്യാൻ പറ്റില്ല. പലർക്കും മടിയാണ് പ്രശ്നം, അലസതയാണ്. ആഗ്രഹങ്ങളൊക്കെ വലുത്, പക്ഷെ എന്താണ്, പണിയെടുക്കാൻ ഭയങ്കര മടിയാണ്. ഇന്നു മുതൽ എൻ്റെ മക്കൾ ആ മടിയൊക്കെ മാറ്റി വെച്ചിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ആക്ഷൻ എടുക്കുക കേട്ടോ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് തരുന്ന ആക്ടിവിറ്റി എന്ന് പറയുന്നത്, മക്കളെ നിങ്ങളുടെ ജീവിതം മാറ്റാനായിട്ട് നിങ്ങൾ എന്ത് ആക്ഷൻ എടുക്കും ഇന്ന് തന്നെ തീരുമാനിക്കുക. ഇന്ന് ഈ നിമിഷം പലരും എന്താ വിചാരിക്കുന്ന, വീഡിയോ കേട്ടിട്ട് എനിക്കൊരു മോട്ടിവേഷൻ കിട്ടി, ഞാൻ ചെയ്യാം. അതല്ല, ഇപ്പോൾ ഈ നിമിഷം തീരുമാനിക്കുക. നിങ്ങളുടെ ജീവിതം മാറ്റുന്ന ഏത് ശീലമാണ് നിങ്ങൾ തുടങ്ങുന്നത്? എല്ലാ ദിവസവും മെഡിറ്റേഷനും അഫർമേഷൻസ്, പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് നിരന്തരമായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ വിഷ്വലൈസേഷൻ ചെയ്യുന്നുണ്ടോ? എല്ലാ ദിവസവും വർക്കൗട്ട് മസ്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ? അപ്പോൾ ഏത് ശീലമാണ് നിങ്ങൾ ഇന്നു മുതൽ തുടങ്ങാൻ പോകുന്നത് എന്ന് വ്യക്തമായിട്ട് കമൻറ്റിൽ പറയുക. ഈ ശീലങ്ങളൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ മക്കളെ, നമുക്ക് ആഗ്രഹങ്ങൾ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. പലർക്കും വലിയ ആഗ്രഹങ്ങളുണ്ട്, പക്ഷേ അതിനുവേണ്ടി ഓരോ ദിവസം കുഞ്ഞു ആക്ഷൻ എടുത്താൽ മതി. ഇപ്പം ഞാൻ ജിമ്മിൽ പോകാനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണെന്ന് പറഞ്ഞില്ലേ, ജിമ്മിൽ പോയി എവറി ഡേ 1.5 മണിക്കൂർ വർക്കൗട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് എനിക്ക് എൻ്റെ ഒരു പോസ്ചർ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്നത്. മുമ്പ് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെ പോസ്ചറിൽ നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നു. നമുക്ക് ഓവർ വെയിറ്റ് ഒക്കെ ആയിട്ട് ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. കൺസിസ്റ്റൻ്റ് ആയിട്ട് ആക്ഷൻ എടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് ആ റിസൾട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതുപോലെ നിങ്ങൾ ഇന്നു മുതൽ ഒരു 10 പേജ് വായിക്കുക, അല്ലെങ്കിൽ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുക, ഡെയിലി മെഡിറ്റേഷൻ ചെയ്യുക, നിങ്ങൾ സ്ക്രിപ്റ്റിംഗ് ചെയ്യുക. അതുപോലെ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങളോട് നന്ദി പറയത്തക്ക രീതിയിൽ ഒരു ആക്ഷൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് എടുക്കുക. ഇടയ്ക്കിടയ്ക്ക് മടി വരുന്നുണ്ടോ? പല സ്റ്റുഡൻസും പറയാറുണ്ട്, ടീച്ചർമാ സിൽവർ ക്ലാസ്സിൽ വരുമ്പോൾ ഞാൻ ഓരോ ദിവസം കൂടെ ഇരുത്തി 1ാം ക്ലാസ്സിലെ പിള്ളേരെ തറാപറ എഴുതിക്കുന്ന പോലെ എവറി സിംഗിൾ ഡേ ഞാൻ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഭയങ്കര മടിയുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ കൂടെ ഇരുത്തി പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. നമുക്ക് എപ്പോഴും ഒരാൾ നമ്മളെ പുഷ് ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ ആക്ഷൻ എടുക്കും അല്ലേ. അപ്പോൾ അങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ആക്ഷൻ എടുപ്പിക്കലാണ് ഞാൻ നമ്മുടെ ക്ലാസ്സുകളിലൂടെ ചെയ്യുന്നത്. നമുക്കൊരു മെൻറ്ററുടെ ഗൈഡൻസ് വേണ്ടത് എപ്പോഴും വളരെയധികം അത്യാവശ്യമാണ്. മെൻറ്റർ എന്ന് പറയുമ്പോൾ ഓൾറെഡി ലൈഫിൽ സക്സസ്ഫുൾ ആയ വ്യക്തിയാണ്. അപ്പോൾ ആ വ്യക്തി കുറേയധികം ട്രയൽ ആൻഡ് എററിലൂടെ ആയിരിക്കും സക്സസ് നേടിയത്. അപ്പം നമുക്കും ആ ഒരു എന്താ പറയുക, നല്ല മാർഗ്ഗങ്ങൾ ആ വ്യക്തി സ്വീകരിച്ച് അവരുടെ തെറ്റുകൾ പറഞ്ഞു തരാതെ നല്ല കാര്യങ്ങൾ അവർ ചെയ്ത് നോക്കിയിട്ട് സക്സസ് ആയ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുമ്പോൾ ഈസിയാണ് നമുക്ക് സക്സസ്ഫുൾ ആകുക എന്ന് പറഞ്ഞത്. ഒരു മെൻറ്റർ ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ സ്റ്റെപ്പ് കയറുന്നതും ഒരു മെൻറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് എസ്കലേറ്ററിൽ പോകുന്നതും തമ്മിലുള്ള ഒരു വ്യത്യാസം ഉണ്ടല്ലോ. അതാണ് ശരിക്കും ലൈഫിലൊരു മെൻറ്റർ ഉള്ളപ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത്. നമ്മളെ മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോകാനുള്ള വഴികൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ സിൽവർ ക്ലാസ്സിൻ്റെ അഡ്മിഷൻ നമുക്ക് ജൂലൈ 6-ാം തീയതി വരെയാണ് ഉള്ളത്. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓഗസ്റ്റിൽ മാത്രമേ ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ജോയിൻ ചെയ്യാത്തവർ 9567274997 എന്ന നമ്പറിൽ ഇപ്പം തന്നെ വാട്സാപ്പ് മെസ്സേജ് ചെയ്യുക. അപ്പോൾ ഇന്നു മുതൽ എൻ്റെ മക്കൾ 1% മാറ്റത്തിന് നിങ്ങൾ തയ്യാറാവുക. കുഞ്ഞു മാറ്റം, ഒറ്റ ദിവസം കൊണ്ട് വലിയ ആക്ഷനൊന്നും എടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പടപടാ മാറേണ്ട ആവശ്യമില്ല. ചെറിയ ആക്ഷൻ എടുത്ത് നിങ്ങൾ മെല്ലെ ഒരു ഹാബിറ്റ് ഡെവലപ്പ് ചെയ്ത് നമുക്ക് രാവിലെ തന്നെ ഉണ്ടല്ലോ ഒരു നല്ല ശീലം. ഇപ്പം ഞാൻ രാവിലെ തന്നെ എൻ്റെ മെഡിറ്റേഷനും യോഗയും അതുപോലെയുള്ള എൻ്റെ മോർണിംഗ് പ്രാക്ടീസുകളൊക്കെ ചെയ്തിട്ട് ഇനി ഞാൻ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്തിട്ട് വരും. എൻ്റെ മോർണിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പവർഫുള്ളാണ്. അത് കൺസിസ്റ്റൻസിയോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് റിസൾട്ടും അതുപോലെ ഇരിക്കുന്നത്. ഞാൻ മടി പിടിച്ച് പിന്നെ
തലയിൽ കൂടെ ഷീറ്റും വലിച്ചിട്ട് ഇങ്ങനെ കിടന്ന് 12 മണി വരെ ഉച്ചയുറക്കം ഉറങ്ങിയിട്ട് എൻ്റെ ജീവിതത്തിൽ വിജയിക്കുന്നില്ലേ എന്ന് പരാതി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല അല്ലേ? പലരും മടി പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ചാടി അങ്ങോട്ട് എഴുന്നേറ്റിട്ട് ഇന്നു മുതൽ ആക്ഷൻ എടുത്ത് തുടങ്ങുക. അപ്പോൾ നാളത്തെ വീഡിയോയിൽ കാണാം. ടാറ്റ ബൈ ബൈ, ലവ് യു.